നമുക്ക് ആദ്യം ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കി വെക്കാം. അതിനായി ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിനെ റീസൈസ് ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കി വെച്ചപ്പോൾ അടുത്തുള്ള ആസറ്റ്സുകളൊന്നും കാണുന്നില്ല. അതൊക്കെ നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ താഴെയാണ് കിടക്കുന്നത്. അപ്പോൾ അവ കാണുന്നതിന് വേണ്ടി അവ മുകളിലോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അവയൊക്കെ മുകളിലോട്ട് കൊണ്ടുവരാം. അതിനായി ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴെ ടൂൾ ബാറിൽ സ്വൈപ്പ് ചെയ്ത് ലേയേഴ്സ് എന്ന ടൂള് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് വരും. നമ്മൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തത് കൊണ്ടാണ് ഇവിടെ താഴെ ഒരു പർപ്പിൾ ബോർഡർ കാണാൻ പറ്റുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്താൽ ഇതുപോലെയാകും. എന്നിട്ട് താഴോട്ട് നീക്കുക, താഴോട്ട് കൊണ്ടുവരിക. കണ്ടോ? ഇപ്പോൾ നമ്മുടെ ലീവ്സും അതുപോലെ ഡസ്റ്റ് ടെക്സ്ചറും മുകളിലായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ ഫ്ലെയർ ഷേപ്പ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇത് സെറ്റാക്കി വെക്കാം. സെൻറ്റർ കീപ്പ് ചെയ്യാം. നമുക്കിതിൻ്റെ ഓപ്പാസിറ്റി ഒന്ന് കുറച്ച് നോക്കാം. അതായത് ഒന്നുകൂടി ട്രാൻസ്പെറൻ്റ് ആക്കി വെക്കാം. ഇതിനായി താഴെ കാണുന്ന ട്രാൻസ്പെറൻറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഇങ്ങനെ ഇടത്തോട്ട് സ്ലൈഡർ നീക്കി കൊടുക്കുക. നമ്മളിത് പിന്നീട് നമ്മുടെ ആവശ്യാനുസരണം അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്കിതിൻ്റെ കളറ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. എലമെൻറ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അഡ്ജസ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ കളർ എഡിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇതിൽ ഒരു കളർ സെലക്ട് ചെയ്തിട്ട് ഈ ഹ്യൂ എന്ന സ്ലൈഡർ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നതിനനുസരിച്ച് കളർ മാറുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ടെക്സ്ചർ സെറ്റ് ചെയ്യാം. അതിനായി ടെക്സ്ചർ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ഞാൻ ടെക്സ്ചർ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴെല്ലാം എനിക്ക് നമ്മുടെ ഫ്ലെയർ ആണ് സെലക്ട് ആകുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമുക്ക് ലേയേഴ്സ് പാനലിലൂടെ സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതിനായി നമ്മൾ ലേയേഴ്സ് പാനൽ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് എന്താണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഇവിടെ വന്നിട്ട് ഞാൻ ടെക്സ്ചർ സെലക്ട് ചെയ്യുന്നു. കണ്ടോ, അത് സെലക്റ്റായി. ഇനി ഞാനിത് റീസൈസ് ചെയ്യാൻ പോകുന്നു. എന്നിട്ട് ട്രാൻസ്പെറൻറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇതിൻ്റെ സ്ലൈഡർ ഇടത്തോട്ടേക്ക് നീക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ട്രാൻസ്പെറൻസി കുറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏകദേശം ഇത്രയും വെക്കാം. നമുക്കിനി നമ്മുടെ ഫ്ലയറിൻ്റെ ട്രാൻസ്പെറൻസി കൂടെ ഒന്ന് കുറച്ച് നോക്കാം. അതിനായി ഞാൻ ഫ്ലയർ സെലക്ട് ചെയ്യുന്നു. അതിന് ഞാൻ ലേയേഴ്സ് പാനലാണ് ഉപയോഗിക്കുന്നത്. സെലക്ട് ചെയ്തു, ട്രാൻസ്പെറൻസി, എന്നിട്ട് ഇടത്തോട്ട് നീക്കി കൊടുക്കുക. ഓക്കെയാണ്. ഓക്കെ, ക്ലോസ് ചെയ്യുക. ഇപ്പം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റെഡി ആയിട്ടുണ്ട്.